ശബരിമല പ്രശ്നം LDF-നെ തിരിഞ്ഞു കൊത്തേണ്ടതാണ്. തിരിഞ്ഞു കൊത്തിയതാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. അത് നമ്മൾ കണ്ടതുമാണ്. അവർക്ക് വൻ തിരിച്ചടി ഏറ്റതുമാണ്. പക്ഷേ ഇപ്പോൾ ശബരിമല പ്രശ്നം പോകുന്നത് മറ്റൊരു രീതിയിലേക്കാണ്. 4 പേർക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞു. ഇടുക്കിയിലെ MM മണി പറഞ്ഞതുപോലെ 1, 2, 3 4 കൂടിയായി. മുരാരി ബാബുവിനും S ശ്രീകുമാറിനും സുധീഷ് കുമാറിനും ഇതാ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ജാമ്യം കിട്ടിയിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, കുറ്റപത്രം സമർപ്പിക്കാൻ വൈകി. കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയാൽ 90 ദിവസം കഴിയുമ്പോൾ ജാമ്യം കിട്ടും. 90 ദിവസം പലർക്കും ഇതാ തികയാൻ പോവുകയാണ്. ഫെബ്രുവരി 20-നകത്ത് 90 ദിവസം തികയുന്ന 3 പേരുണ്ട് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുള്ളവർ. 3-ാം പ്രതി വാസു, 4-ാം പ്രതി KS ബൈജു, 9-ാം പ്രതി പത്മകുമാർ എന്നിവർ 20-ാം തീയതിക്ക് മുമ്പ് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങും. കോടതി പറയുകയാണ്, അന്വേഷണം നേരെ തന്നെയാണ് നടക്കുന്നത്, സ്വാഭാവിക ജാമ്യം കിട്ടുന്നതിൽ പേടിക്കേണ്ടതില്ല, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും. കോടതി പറയുന്നതിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ജനം വിശ്വസിക്കുന്നു. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് ഗോതയിൽ വിലപ്പോകുന്ന വാദമല്ല. തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇത് വോട്ടായി മാറും. എങ്ങനെയാണ്? പ്രതികൾ ജയിലിലായിരുന്നെങ്കിൽ ഉള്ള ഇമ്പാക്റ്റ് അല്ല, പ്രതികൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, ജാമ്യം കിട്ടിയായാലും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്റ്റ് വേറൊന്നാണ്. ഇമ്പാക്റ്റ് കുറയും. അങ്ങനെ വരുമ്പോൾ പ്രതീക്ഷിച്ച രീതിയിൽ ജനം വോട്ട് ചെയ്യണമെന്നില്ല. ശബരിമല പ്രശ്നം വോട്ടായി മാറേണ്ടത് BJPക്ക് മാത്രമല്ല, അത് UDF-നും കൂടി അവകാശപ്പെട്ടതാണ്. പക്ഷേ അത് ഈ സ്വാഭാവിക ജാമ്യത്തോടുകൂടി LDF-നും കൂടി അവകാശമായി വരും.